പാലാ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയും മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന് റിസർച്ച് നടത്തുകയാണ് ഈ കണ്ട കാലമത്രയും ജോസ് കെ മാണി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പാലാക്കാർ കണ്ടം വഴി ഓടിച്ചു വിട്ടു. ഇനി മേലാൽ ഈ മണ്ഡലത്തിൽ കാലുകുത്തരുത് എന്നൊരു ശക്തമായ താക്കീതാണ് പാലാക്കാർ ജോസ് കെ മാണിയെ കൊടുത്തത്. സ്വന്തം അപ്പൻ്റെ തഴമ്പ് കണ്ട് മകൻ കളിക്കളത്തിലിറങ്ങിയപ്പോൾ നാട്ടുകാർ പഞ്ഞിക്കിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതേ ജോസ് കെ മാണി ഇപ്പോൾ ഇടുക്കിയിൽ മത്സരിക്കണം എന്ന ആഗ്രഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ റോഷി അഗസ്റ്റിൻ അത് വിട്ടുകൊടുക്കില്ല. റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എം വിട്ട് പോയാലും അവിടെ ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടില്ല. ജോസ് കെ മാണിക്ക് അറിയാം, മറ്റേത് സീറ്റിൽ നിന്നാലും കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി നിയമസഭയിലെത്തി കുളിരുകൊള്ളാൻ ജോസ് മോന് കഴിയില്ല. നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ ഇനിയുള്ള കാലം ശിഷ്ടകാലം പുല്ലുവിലയായിരിക്കും ജോസ് മോനും കുടുംബത്തിനുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എങ്ങനെയും വളഞ്ഞ വഴി സ്വീകരിക്കാൻ ജോസ് കെ മാണി നാണം കെട്ട കളികൾ പലതും കളിച്ചു നോക്കുന്നത്. വർഷങ്ങളായി പാലായിൽ മാണി സി കാപ്പനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് ടോം പുലിക്കുന്നേൽ എന്ന കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ അവിടെ 3000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് മാണി സി കാപ്പൻ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്ര വിജയം ആദ്യമായി രചിച്ചു. എന്നാൽ KM മാണി ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് നിലനിർത്താൻ ജോസ് കെ മാണി എന്നല്ല, ഇനി ആര് വിചാരിച്ചാലും കേരള കോൺഗ്രസ് എമ്മിൽ കഴിയില്ല എന്ന് ഉറപ്പിക്കാനുള്ള തന്ത്രപ്രധാനമായ പോരാട്ടമാണ് മാണി സി കാപ്പൻ പിന്നീട് നടത്തിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാലായിൽ വികസനം എത്താത്ത സ്ഥലങ്ങളിലേക്ക് വികസനം എത്തിച്ചു. അതിനുവേണ്ടി നിരവധിയായ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ നിരന്തരം ഒരു വലിയ പ്രയത്നം തന്നെ മാണി സി കാപ്പൻ നടത്തിയെടുത്തു. അതിനകത്ത് എല്ലാ മേഖലകളിലും കൈയൊപ്പ് ചാർത്താൻ മാണി സി കാപ്പന് കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ജോസ് കെ മാണിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി ആ സീറ്റ് ചോദിച്ചെടുക്കാൻ UDFിൽ വലിഞ്ഞു കയറാനൊരു ശ്രമം നടത്തി നോക്കി. അതും നാണം കെട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ജോബ് മൈക്കിളിൻ്റെ ചങ്ങനാശ്ശേരി പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കി. ജോബ് മൈക്കിൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി വേഴ്സസ് ജോബ് മൈക്കിൾ എന്ന രീതിയോ, അല്ലെങ്കിൽ ഇടുക്കിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ ജോസ് കെ മാണി വേഴ്സസ് റോഷി അഗസ്റ്റിൻ എന്ന രീതിയിലോ മാറിയേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൃത്യമായി അവസരം നോക്കി നിൽക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. കോട്ടയം പാർലമെൻ്റ് അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് കരുത്ത് 10 മടങ്ങായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ 2 ഇല കരിഞ്ഞുണങ്ങി അത് മണ്ണിൽ ജീർണിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാണിയുടെ കേരള കോൺഗ്രസ് അപ്രത്യക്ഷമാകാൻ പോകുന്നു.